ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു ഞണ്ട് കറിയാണ്. വളരെ വ്യത്യസ്തമായിട്ടൊരു ഞണ്ട് കറിയാണ്. എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഞണ്ടിൻ്റെ കൂടെ കുറച്ച് വെള്ളരിക്കയും ചേർത്തിട്ടുള്ള കറിയാണ്. ഞണ്ടല്ലെങ്കിൽ ചെറിയ കൊഞ്ചാണെങ്കിലും നമുക്ക് ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു അടിപൊളി ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന്. കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല. എനിക്കിവിടെ കുറച്ച് കുഞ്ഞൻ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഞണ്ട്. നല്ല പോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഞാൻ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മുമ്പേ ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 800 ഗ്രാം ഞണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു പീസ് വെള്ളരിക്കയാണ്. ഒരു കപ്പോളം വെള്ളരിക്ക ക്യൂബ് പീസായിട്ട് മുറിച്ചെടുത്തു. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 5 പച്ചമുളക്, ഒരു ടൊമാറ്റോ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 5 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളരിക്കയിലൊക്കെ ഞണ്ടിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതുപോലെ പിടിച്ചൊന്ന് കുക്കായി വരണം. ഞാനിപ്പോൾ ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അടച്ച് വെച്ച് നല്ല പോലെ ഞണ്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ചട്ടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഞണ്ടൊക്കെ ഒരു പകുതി ഭാഗം കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിരുന്നത് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങാക്കൂട്ടൊക്കെ അരച്ചെടുക്കണം. വീണ്ടും ഞാൻ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കുകയാണ്. എന്നിട്ട് ഞാൻ തേങ്ങയുടെ ഒരു കൂട്ടൊക്കെ ഇവിടെ അരച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ ഒരു ജാർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു 3.5 പിടി തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയുടെ മുറി തേങ്ങ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 5 പീസസ് ചെറിയുള്ളിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പച്ച ഉലുവയും, പിന്നെ അതുപോലെ തന്നെ ഒടങ്കൊല്ലി മുളക്. ട്രിവാൻഡ്രത്ത് ഫേമസ് ആയിട്ടൊരു നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഒടങ്കൊല്ലി. അസ്ത്രം മുളക് എന്നൊക്കെ ചില സ്ഥലത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മുളകേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ കുറച്ച് 1-2 കറിവേപ്പിലയും, പിന്നെ കുറച്ച് വെള്ളവും, ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ മിക്സറിൻ്റെ ജാറിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല പോലെ കുക്കായി വന്ന ഞണ്ടിലോട്ട് ഈ കൂട്ടൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് മിക്സറിൻ്റെ ജാറ് വാഷ് ഔട്ട് ചെയ്ത 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഞണ്ടിലൊക്കെ നേരത്തെ കുറച്ച് ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചിരുന്നത്. ഈ സമയം നമ്മൾ കൂട്ടൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളി ഞാൻ ഓൾറെഡി ചെറിയ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി വെള്ളം കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കൊടുക്കണം. ഇത് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഉലുവ എല്ലാം ചേർത്ത് പൊട്ടിച്ചിട്ട് പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ആ കടുക് വറുത്ത കൂട്ടും കൂടെ ഞാൻ ഞണ്ട് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ ഒരു കിടിലൻ ഞണ്ട് കറിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. പുതിയ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു. ബൈ.